ഹായ് ഹലോ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താ അറിയോ, നമ്മളെപ്പോഴും ഇഷ്ടംപോലെ പേരറിയാവുന്ന പൂക്കളെ കണ്ടിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പൂക്കൾ. എന്നാൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ, പേരില്ലാത്ത കുറേ കാട്ടുപൂക്കളുടെ ലോകമാണ്. ഒരു 13 വെറൈറ്റി കാട്ടുപൂക്കളെയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഈ കാണുന്ന സുന്ദരി ആരാണെന്നറിയോ? ആരാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ, പക്ഷെ എന്താ രസമെന്ന് നോക്കിക്കേ. കണ്ടില്ലേ എന്താ ഭംഗി. ഒരു എന്താ പറയുക, ഒരു എലഗൻ ലുക്ക് നൽകുന്ന സുന്ദരി അല്ലേ. ശരിക്കും ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോഴുണ്ടല്ലോ, തല പൊക്കുമ്പോഴുണ്ടല്ലോ, തണുത്ത കാറ്റിൽ നനഞ്ഞ ഇലകളുടെ നടുവിലൂടെ ഈ ചെറിയ പൂവ് കണ്ണുറക്കുന്നത് ഒന്ന് കാണണം, ഒന്ന് നോക്കണം. നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ലാന്നേ ഉള്ളൂ, എന്നാൽ അതിൻ്റെ ഭംഗിയുണ്ടല്ലോ നാം വളർത്തുന്ന ഏത് ഗാർഡൻ പൂവിനെയും മറികടക്കും. അതെ, നല്ല രസമാണ് കാണാൻ. വഴിയരികിലാണ് ഇതിൻ്റെ നിപ്പ്, നിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, തണ്ടുകൾക്കിടയിൽ നല്ല മുള്ളുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഇത് പ്രശസ്തി ആർജിക്കാതെ പോയത്. എന്നാലും എന്താ രസമെന്ന് നോക്കിയേ, എന്താ ഒരു ഭംഗിയെന്ന് നോക്കിയേ. ഒരു രക്ഷയില്ലാത്ത സുന്ദരി പൂവ്. അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു 12-13 വെറൈറ്റി കാട്ടുപൂക്കളയോളം ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ടോ 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ട് താഴെ കമൻറ്റായി പറയണം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും അറിയാൻ പറ്റുമല്ലോ. ചിലപ്പോൾ ഈ കാണുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങളുള്ളതായിരിക്കാം അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും ആയുർവേദ പ്ലാന്റുകളൊക്കെ ആയിരിക്കാം. കാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിത് അറിയപ്പെടാതെ പോകുന്നുണ്ടാവാം. അങ്ങനെ പല പ്ലാന്റുകളെക്കുറിച്ചും നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതേണ്ടേ, ഈ കാണുന്നത് എന്തായാലും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിങ്ങനെ ഇളകി തുള്ളുന്നത് കാണാനേ എന്താ രസമെന്നറിയോ. പിന്നെന്താ പറയുക, നമ്മുടെ കഴുത്തിലൊക്കെ ഇത് കുരുത്തിട്ടാൽ എന്ത് രസമാണെന്ന് തോന്നിപ്പോകും. നല്ലൊരു മാല കോർക്കാൻ പറ്റിയ മുത്തുകൾ പോലെ തോന്നുന്നുണ്ടല്ലേ. അതെ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പറിച്ചെടുത്ത് മാല കോർത്തിടാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ലല്ലോ. രണ്ടാമത്തെ സുന്ദരി ഇതാണ് കേട്ടോ. ഇതും ആരാണെന്ന് ഒരു പിടിയില്ല, ഒരു എത്തും പിടിയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്താ രസമുള്ള പൂക്കളെന്ന് നോക്കിയേ, കണ്ടില്ലേ, അടിപൊളി പൂക്കളാണ്. മൂന്നാമത്തത് ഒരു കായാണ് കേട്ടോ. നോ ഐഡിയ എന്താണെന്നുള്ളത്, പക്ഷേ എന്താ ഭംഗിയെന്ന് നോക്കിയേ. പ്രകൃതിയുടെ ഒരു കല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. അതെ, കാട്ടിൽ നമുക്ക് കാണുന്ന ഈ പല കായ്കളും നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ നല്ല രസമായിട്ട് ഒരു പ്രത്യേക ഭംഗി. പേരില്ലെങ്കിലും ഊരില്ലെങ്കിലും എന്തോ ഒരു പ്രത്യേക ഭംഗി. അടുത്ത പൂവിനെ നോക്കിയേ, ഇതും നിറച്ച് മുള്ളുകളുണ്ട് കേട്ടോ. പൂക്കൾക്ക് എന്താ ഭംഗിയെന്ന് നോക്കിയേ. ശരിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിലാണ് ഈ പൂക്കളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്താ രസമായിരുന്നിരിക്കും അല്ലേ. കണ്ടില്ലേ, മുള്ളുണ്ട്, പക്ഷെ നല്ല രസമുള്ള പൂക്കൾ, മഞ്ഞയും വെള്ളയും പിങ്കും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു രക്ഷയില്ലാതെ പൂക്കൾ. അടുത്തത് നോക്കിയേ. ഈ പൂക്കളെ കണ്ടിട്ട് ആരെപ്പോലെ തോന്നുന്നുണ്ട്? ഒന്ന് സൂക്ഷിച്ച് അടുത്ത് പോയി നോക്കിയേ, ആരെക്കൂട്ട് തോന്നുന്നുണ്ട്? അതെ, നല്ല അടിപൊളി പൂക്കളാണ്. റോഡരികിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നിടത്ത് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പൂക്കളെ ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ എന്താ പറയുക, കോഡിയ സെബസ്റ്റിയാന എന്നൊരു പ്ലാന്റില്ലേ, അതിൻ്റെ വൈറ്റ് കളർ നല്ല രസമായിട്ട് നിൽക്കുന്നത്. അടുത്തൊരു കാട്ടുപൂവിനെ നോക്കിയേ. ഇതെന്താ പൂവാണെന്ന് മനസ്സിലായോ? ഇതൊരു ചെറു പൂമരമാണ് കേട്ടോ. വഴിയരികിലൊക്കെ നിറച്ച് നിൽപ്പുണ്ട്, നിറച്ചിങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കണമുണ്ട്. പക്ഷേ നോ ഐഡിയ എന്താണെന്നുള്ളത്. നല്ല ഒരു ഇതിൻ്റെ ഒരു പൂക്കൾക്കുണ്ടല്ലോ ഒരു ചെറിയ നാരകത്തിൻ്റെ സ്മെല്ലുണ്ട്. അടുത്ത പൂവിനെ നോക്കിയേ. വഴിയിൽ അങ്ങോളം ഇങ്ങോളം കാണാം കേട്ടോ ഈ പൂക്കളെ. കണ്ടില്ലേ, നമ്മുടെ മോർണിംഗ് ഗ്ലോറി കൂട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു മോർണിംഗ് ഗ്ലോറിയുടെ ഒരു ചെറു പതിപ്പാണെന്ന് പറയാം. പക്ഷെ ഇത് കൂട്ടത്തോടു കൂടി ഇങ്ങനെ പൂക്കൾ പിടിച്ച് മൊട്ടുകളും പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടല്ലോ, എൻ്റെ രക്ഷയില്ല, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത സൗന്ദര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തൊരു ബ്രൈഡൽ ബൊക്കെയൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടതുപോലെ, പിങ്ക് ബ്രൈഡൽ ബൊക്കെയൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടതുപോലെ നല്ല രസമായിട്ട് നിൽക്കണുണ്ടല്ലേ. കണ്ടില്ലേ, നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ലൊരു ആർച്ചിലൊക്കെ പടർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും പൂക്കൾ തരുന്ന ഒരു സുന്ദരി പെണ്ണായിട്ട് നിൽപ്പുണ്ട്. ഇത് കൂട്ടത്തോടെ വിരിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ഭംഗിയൊന്ന് നോക്കിക്കേ. ഇനി പറ, ഇത് കാട്ടുപൂവാണോ നാട്ടുപൂവായിട്ട് തോന്നുന്നല്ലേ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാൻ തോന്നുന്നുണ്ടല്ലേ. അതെ, പല കാട്ടുപൂക്കളും നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാൻ നമുക്ക് തോന്നും. നമ്മൾ പലരും എന്താ പറയുക,
മൈൻഡ് ചെയ്യാതെ കളഞ്ഞിരുന്ന സാധനങ്ങളാണതേ ഇന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇനി വേറൊരു സുന്ദരനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദേ നോക്കൂ, ആരാ 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 നമ്മുടെ പണ്ടത്തെ ചുണ്ടയ്ക്ക അല്ലേ? അതെ, ഇതും നല്ല രസമായിട്ട് കാട്ടിലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ചട്ടിയിലൊക്കെ കൊണ്ട് നിർത്തിയുള്ള അവസ്ഥ നോക്കൂ, എന്താ ഭംഗിയായിരിക്കും അല്ലേ? ദേ അടുത്തൊരു കാട്ടുപൂവ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം കേട്ടോ. ഇതാണ് ബ്രഹ്മതന്തി. പക്ഷേ ഇതൊരു കാട്ടുചെടിയാണ്. ശരിക്കും ആയുർവേദ മെഡിസിൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളി കഴിക്കാനൊന്നും പറ്റില്ല, വിഷവും കൂടിയാണ് കേട്ടോ. ഈ കന്നുകാലികളൊന്നും ഇത് കഴിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ എന്താ രസമെന്ന് നോക്കി. മഞ്ഞപ്പാവാട എടുത്ത സുന്ദരി പൂക്കൾ അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ മുളച്ച് അല്ലെങ്കിൽ ഒരു ചട്ടിക്കുള്ളിലൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കുറേ കാലമൊക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വരുമായിരിക്കും അല്ലേ? നമുക്ക് കാത്തിരിക്കാം. അടുത്തു നോക്കി, രുദ്രാക്ഷം കണക്കൊരു പ്ലാന്റ്. അതെ, ഇതൊരു മരത്തിൽ പിടിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ തോന്നിയ നിറച്ച് രുദ്രാക്ഷമണികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നൂലേ? പക്ഷേ ഇത് രുദ്രാക്ഷമൊന്നും അല്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഇതിങ്ങനെ കണ്ട് നിൽക്കാനായിട്ടും. ഇതിൻ്റെ പൂ എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിത് കായായപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കണേ. പൂ ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ പൂ നല്ല രസമാണെന്ന് തോന്നുന്നു. പിന്നെ ദേ നോക്ക്, നമ്മുടെ ശീമക്കൊന്നയില്ലേ? പക്ഷേ ഇത് ശീമക്കൊന്ന അല്ല കേട്ടോ, ഇതൊരു വള്ളിച്ചെടിയാണ്. ശീമക്കൊന്നയുടെ പൂക്കൾ പോലെ ഇരിപ്പുണ്ട്. ഇലകൾക്കും ഏതാണ്ട് അതുമായിട്ടൊരു ചെറിയ ബന്ധം വരുന്നുണ്ട്, പക്ഷേ അതേ അല്ല. അങ്ങനെ ഒരുപാട് കാട്ടുപൂക്കളല്ലേ? ഇതൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കാട്ടുപൂക്കൾ നമ്മുടെ റോഡിന് ഇരുവശവും നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 13 എണ്ണത്തിനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ട്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് പറയാം. കാര്യം ഒത്തിരി പേര് ചിലപ്പോൾ ഈ ചെടികളും പൂക്കളും ഒക്കെ കണ്ടിട്ടുണ്ടാവും, പേരറിയുന്നുണ്ടാവില്ല അല്ലേ? ഇത് നോക്കി, ഇതൊരു മരമാണ് കേട്ടോ. നിറച്ചിങ്ങനെ പൂക്കുന്നുണ്ട്. കൊന്നയല്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് പൂക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ പൂക്കളും ചെടികളും ഏതാണെന്നൊക്കെ തിരിച്ചറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരുകളും കമൻറ്റ് ചെയ്യാം. അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ കൂടെ ചേർത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അതൊരു അറിവായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.